ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് തയ്യാറാക്കുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ചേരുവ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ആദ്യം 5 കോഴിമുട്ട എടുത്ത് പുഴുങ്ങിയതിന് ശേഷം തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് 4ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ 5 മുട്ടയും 4ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി 2 സവാള നീളത്തിൽ അരിഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് വേണം. ഉണക്കമുളക് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കാം. നല്ല ജീരകം ഇഷ്ടമല്ലെങ്കിൽ ചേർക്കണ്ട. പിന്നെ 1 ടീസ്പൂൺ ചാറ്റ് മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് പകരം ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ 2 നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. 1 കപ്പ് കടലമാവ്, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ടിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് കുഴച്ചെടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് സവാളയിൽ നിന്ന് കുറച്ച് വെള്ളം ഇങ്ങനെ ഊർന്ന് വരും. അപ്പോൾ ആ ഒരു നനവിൽ തന്നെ ഇത് കുഴച്ചെടുത്താൽ മതി. കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് കുഴച്ചെടുത്താൽ മതി. ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് കുറച്ച് ലൂസായി. അപ്പോൾ സവാളയിൽ നിന്ന് വരുന്ന വെള്ളം നമ്മൾ ചേർക്കുന്ന വെള്ളം കൂടെ ഒരുപാട് ലൂസായി പോവും. അതുകൊണ്ട് വെള്ളം തീരെ ചേർക്കേണ്ട ആവശ്യമില്ല. അതിൽ നിന്ന് ആ സവാളയുടെ നനവിൽ നിന്ന് തന്നെ അതുപോലെ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ അതിൽ നിന്ന് വരുന്ന നനവ് കൊണ്ട് നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിൽ ലേശം എണ്ണ തടവിയതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കയ്യിലിങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1 പീസ് മുട്ട എടുത്തിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇത്തിരി ലൂസായിട്ടുള്ളത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. സവാളയിൽ തന്നെ നന്നായിട്ട് വെള്ളം ഊർന്ന് വരും. അപ്പോൾ ഇത്തിരിയും കൂടെ കട്ടിയിലാണ് ഈ ഒരു മാവ് കിട്ടേണ്ടത്. അങ്ങനെ ഇതെല്ലാതും ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാതും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ നന്നായി ചൂടായാൽ ഇതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്ന സമയത്ത് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട്. അങ്ങനെ 2 വശം തിരിച്ചു മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വീട്ടിലെപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണിത്. വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. എന്തായാലും പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റുമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതെല്ലാം ആയിട്ടുണ്ട്, എടുത്ത് മാറ്റാം. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് കട്ട സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ചങ്കുകൾക്കും വളരെ വളരെ താങ്ക്സ് ഉണ്ട്. എന്തായാലും നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ സ്നാക്കെല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചൂടാറിയതിന് ശേഷം ഇതൊന്നും പൊട്ടിച്ച് കാണിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ മുട്ടയൊക്കെ വെച്ച് കൊടുത്തുകൊണ്ട് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കഴിക്കാനായിട്ട്. നോമ്പ് തുറക്കുന്ന സമയത്തും ഈവനിങ് സ്നാക്കായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഈ ഒരു സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. താങ്ക്